ഹലോ ഗായ്സ്, അപ്പോൾ ഇതാട്ടോ ഞാൻ കുറച്ച് ദിവസത്തിന് ശേഷം അടുക്കളയിലുള്ള വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് സർജറി കഴിഞ്ഞതിൻ്റെ റെസ്റ്റിലൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് വീഡിയോ ഒന്ന് ഇനി കാണാത്തത്. അപ്പോൾ വൈകുന്നേരത്തുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ചോറൊക്കെ അതായിട്ടുണ്ട്. ചോറായതിനു ശേഷം ഞാൻ മുരിങ്ങയില താളിക്കാൻ വിചാരിച്ചു. അപ്പോൾ മുരിങ്ങയില കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് ഞാൻ താളിക്കേണ്ടത് കേട്ടോ. ഇവിടെ എങ്ങനെ ചെയ്യാറ്, ഞങ്ങൾ മലപ്പുറം ഭാഗത്തൊക്കെ ഇങ്ങനെ താളിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തൊക്കെ എങ്ങനെ ചെയ്യാറുണ്ടെന്ന് പറയണേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ തക്കാളി ഒരു 2-3 തക്കാളി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് ചെറിയൊരു കറി വരെ വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എൻ്റെ ഇടയിൽ അത് കണ്ടില്ല, ഒരു കത്തിപ്പിടിക്കൽ ഇപ്പോൾ കാണാം കേട്ടോ. അപ്പോൾ ആ കത്തിപ്പിടിക്കൽ കണ്ടിട്ട് എൻ്റെ മോന് വരെ ചിരിക്കുന്നു കേട്ടോ അപ്പുറത്ത് നിന്ന്. അപ്പോൾ ചട്ടി നല്ലോണം ചൂടായി. അപ്പോൾ തക്കാളി ഇട്ടപ്പോഴാണ് പെട്ടെന്നൊന്ന് കത്തിയിട്ടു. അപ്പോൾ ഞാനൊന്ന് പേടിച്ചു പോയി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും കുറേ മൺചട്ടികളുണ്ടല്ലോ. അപ്പോൾ മൺചട്ടികൾക്ക് ഞങ്ങൾക്കൊരു ക്ഷാമമല്ല, കാരണം അച്ഛൻ്റെ വർക്ക് ഇതാണ്. അതുകൊണ്ട് നമുക്ക് ഏത് ടൈപ്പിലുള്ള മൺചട്ടികളും നമുക്കിവിടെ കിട്ടും കേട്ടോ. പിന്നെ അതിന് ശേഷം തന്നെ ഞാൻ അപ്പോൾ ഫ്രിഡ്ജിൽ 2 മുട്ട പൊട്ടിച്ചത് മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പൊരിക്കാൻ വിചാരിച്ചു. അപ്പോൾ മീനുണ്ട് പൊരിക്കാൻ. അപ്പോൾ മീനാകെ 3-4 കഷ്ണമുള്ളൂ. അപ്പോൾ അത് തയ്യൽ വിചാരിച്ചിട്ടാണ് ഞാൻ മുട്ടയും കൂടി പൊരിക്കണത് കേട്ടോ. അപ്പോൾ മുട്ട പൊരിച്ചതിന് ശേഷം ഞാൻ ആ ചൂടിൽ തന്നെ മീനും പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ മീനൊക്കെ പൊരിച്ചതിന് ശേഷം ഇരുന്നിട്ട് വേണം എനിക്ക് മേലൊക്കെ കഴുകാൻ. അപ്പോൾ തന്നെ ഏകദേശം സമയം വൈകുന്നേരമൊക്കെ ആയി തുടങ്ങി കേട്ടോ. അപ്പോൾ അമ്മ വരാനും ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.